നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണം വേണം, അബൂബക്കർ സിദ്ദീഖിന് ഭക്ഷണം വേണം. ആ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നത് ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രിയായ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ബാപ്പയത്തെ സഹോദരിയാണ് അസ്മാ റളിയല്ലാഹു അൻഹ. 27 വയസ്സ് പ്രായമുള്ള 7 മാസം ഗർഭിണിയായ അസ്മാ ബിബി റളിയല്ലാഹു അൻഹ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ധീരവനിതയാണ്. അസ്മാ ബിബി റളിയല്ലാഹു അൻഹ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവാണ്. അഥവാ ഹിജ്റയിലെ പെൺ സാന്നിധ്യമാണ് മഹദി അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ. ഹിജ്റയിലെ പെൺ സാന്നിധ്യം. ഏത് ഘട്ടത്തിൽ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്കുക, ഇസ്ലാമിൽ സ്ത്രീ സാന്നിധ്യമില്ലാത്ത ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല. വഹയി നിങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാം അവിടെ ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹയാണ് ബലം പിൻബലം മുത്ത് നബിയുടെ വഹയിന്റെ ഘട്ടത്തിൽ. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിൽ മക്കയിൽ അടിയുറച്ചു നിന്ന് ശത്രുവിനെ വെല്ലുവിളിച്ചത് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആരാ ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി? ഇസ്ലാമിക ഏതൊരു പ്രസ്ഥാനത്തിന്റെയും ആദ്യത്തെ രക്തസാക്ഷിക്ക് വിലല്ലേ ഉണ്ടല്ലോ. ഇസ്ലാമിലെ രക്തസാക്ഷി ആരാ? ഒരു പുരുഷ കേസരിയല്ല, ഒരു സ്ത്രീരത്നമാണ് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ ഹിജ്റയിലെ സ്ത്രീ സാന്നിധ്യം. അതാരാണ്? അത് അസ്മാ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹയാണ്. സ്ത്രീ ജീവിതത്തിന്റെ പാതിയാണെന്നതുപോലെ ഇസ്ലാമിന്റെയും പാതിയാണ്. ഇസ്ലാം സമ്പൂർണ്ണമാകുന്നത് സ്ത്രീകളുടെ കൂടി ത്യാഗത്തോടു കൂടിയാണ്. നോക്കണം നിങ്ങൾ, 7 മാസം ഗർഭിണിയായ സഹോദരി സഹാബി വനിത ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മലമുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ്. അത് എത്തിച്ചു കൊടുക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ വാഹനപ്പുറത്ത് വെച്ചുകൊണ്ട് ഭക്ഷണം കെട്ടാൻ കയറുകളില്ല. ആ സമയത്ത് ഒന്നുമില്ല, രാത്രിയാണ് സമയം, എന്ത് ചെയ്യും? ആ സമയത്താണ് അസ്മാ ബിൻത് റളിയല്ലാഹു അൻഹ തന്റെ അരയിലുണ്ടായിരുന്ന അരപ്പട്ട, ആ അരപ്പട്ട എടുത്തിട്ട് അത് 2 ചീളാക്കിയിട്ട് 2 കീറിയിട്ട് 2 ഭാഗമാക്കിയിട്ട് അതുകൊണ്ട് ഭക്ഷണത്തിന്റെ പൊതി കെട്ടുന്നത്. ഈ ഒരു സംഭവം കണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെട്ടു പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാ ബി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു പേരുണ്ട്, ഒരു ഇരട്ടപ്പേരുണ്ട്, സ്ഥാനപ്പേര്. എന്താണെന്നറിയോ? ദാത്തുൻ നിതാഖൈൻ. ദാത്തുൻ നിതാഖൈൻ, ഇരട്ടപ്പട്ടക്കാരി. ഇരട്ടപ്പട്ടക്കാരി. കാരണം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്റെ ശരീരത്തിൽ അരപ്പട്ടയായിട്ട് സ്ത്രീകൾ അനിവാര്യമായിട്ടും ആ കാലഘട്ടത്തിൽ കെട്ടുന്ന അരപ്പട്ട അത് 2 കീറാക്കിയിട്ട് 2 ഭാഗമാക്കി കീറിയെടുത്തിട്ട് അതുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണം തയ്യാറാക്കിയിട്ട് കെട്ടിയിട്ട് അത് കൊണ്ടുപോവുകയാണ്. ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അബ്ദലക്കല്ലാഹു ബി നിതാഖിക ഹദാ നിതാഖൈനി ഫിൽ ജന്ന. ഏ അസ്മാ, അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ ഈ അരപ്പട്ടക്ക് പകരമായിട്ട് സ്വർഗ്ഗത്തിൽ നിനക്ക് 2 അരപ്പട്ടകൾ നൽകട്ടെ. സ്വർഗ്ഗത്തിൽ അപ്പൊ ഉറപ്പായി സ്വർഗം. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കാണല്ലോ, സ്വർഗത്തിൽ 2 അരപ്പട്ട കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ അരപ്പട്ട എന്ന് പറഞ്ഞാൽ ആലോചിക്കണ്ട, സ്വർഗം ഉറപ്പായി എന്നതിന്റെ അർത്ഥം. ആ ദാത്തു നിതാഖൈനി എന്നുള്ള പേര് അസ്മാ ബിൻത് റളിയല്ലാഹു അൻഹക്ക് എല്ലാ കാലഘട്ടത്തിലും ചരിത്രം പതിച്ചു നൽകിയ അപര അഭിദാനം.